ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ദാൽ പാലക് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അതൊരു 3 വിസിലടിക്കാൻ വേണ്ടി സ്റ്റൗവിലേക്ക് വെക്കുക. ആ സമയത്തേക്ക് നമ്മൾ ഒരു സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അല്പം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നമ്മളതിനെ വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വരുന്നവരെ നമുക്ക് പാലക്കിൻ്റെ ഇല ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പാലക്കിൻ്റെ ഇലയും കൂടെ ഈ തക്കാളിയുടെ കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പാലക്കിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നിറച്ചുമായിട്ട് തോന്നും, പക്ഷെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കതൊന്ന് പകുതിയായിട്ട് ചുരുങ്ങി വരും. അപ്പം നമ്മൾ പാലക്കിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളെ തക്കാളിയും സവോളയും പാലക്ക് ചീരയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മളിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്, കാരണം പാലക്കിൻ്റെ ഇല പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടുന്നതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിക്കരുത്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ ഒരു പാകത്തിലായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയും പാലക്ക് ചീരയും ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെ അതിനായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പരിപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർക്കണം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് നമ്മളിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ പാലക് ചീര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. തേങ്ങ അരക്കുകയോ എടുക്കുകയോ ഒന്നും വേണ്ട. രാവിലെയൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.